നമസ്കാരം. തണുത്ത വെള്ളം കുടിക്കുമ്പോഴോ ഐസ്ക്രീം കഴിക്കുമ്പോഴോ ചൂടുള്ള ചായ കുടിക്കുമ്പോഴോ പല്ലിന് പെട്ടെന്നൊരു കൊള്ളുന്ന വേദന വരാറുണ്ടെങ്കിൽ പല്ലുവിളിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണിത്. പല്ലുവിളിപ്പ് എന്താണെന്നും ഇതിന്റെ പരിഹാരങ്ങളും നോക്കാം. നമ്മുടെ പല്ലിന്റെ പുറംഭാഗം ഇനാമൽ എന്ന കട്ടിയുള്ള ഒരു പാളിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ ഇനാമൽ പല്ലിന്റെ ഉൾവശത്തുള്ള ഡെന്റിൻ എന്ന ഭാഗത്തെ സംരക്ഷിക്കുന്നു. ഡെന്റിൻ ചെറുതും നേർത്തതുമായ കുഴലുകൾ നിറഞ്ഞതാണ്. ഇത് പല്ലിന്റെ ഉള്ളിലുള്ള നാഡികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഇനാമലിനോ മോണയ്ക്കോ എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ ചൂട്, തണുപ്പ്, മധുരം, പുളി എന്നിവ നേരിട്ട് ഈ നാഡികളിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് നമുക്ക് പുളിപ്പായി അനുഭവപ്പെടുന്നത്. ശക്തിയായി പല്ല് തേക്കുന്നത്, അമിതമായ പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, പല്ല് കടിക്കുന്ന ശീലം, ആസിഡ് റിഫ്ലക്സ് എന്നിവയെല്ലാം ഇനാമലിന്റെ തേയ്മാനത്തിന് കാരണമാകും. ഇനാമൽ തേഞ്ഞു പോകുമ്പോൾ ഡെന്റിൻ പുറത്തു വരും. മോണ രോഗങ്ങൾ, തെറ്റായ രീതിയിലുള്ള ബ്രഷിംഗ്, പ്രായം എന്നിവ കാരണം മോണ താഴേക്ക് ഇറങ്ങുന്നത് പല്ലിന്റെ വേരുകൾ അഥവാ റൂട്ട് ഭാഗം പുറത്തേക്ക് കാണാൻ ഇടയാക്കും. പല്ലിന്റെ വേരുകൾക്ക് ഇനാമൽ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. പല്ലിൽ ചെറിയ വിള്ളലുകളോ പൊട്ടലുകളോ ഉണ്ടാകുമ്പോൾ ചൂടും തണുപ്പുമൊക്കെ നേരിട്ട് പല്ലിന്റെ ഉള്ളിലേക്ക് എത്താം. പല്ലിൽ കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ അത് ഇനാമലിനെ നശിപ്പിക്കും. ഡെന്റിൻ പുറത്ത് കാണുകയും ചെയ്യും. പഴയ ഫില്ലിങ്ങുകൾക്ക് തേയ്മാനം വരുമ്പോഴോ ഇളകിപ്പോകുമ്പോഴോ പല്ലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാം. ചിലപ്പോൾ ഫില്ലിംഗ് ഇട്ടതിന് ശേഷമോ ക്ലീനിങ് ചെയ്തതിനു ശേഷമോ പല്ല് വെളുപ്പിക്കുന്ന ചികിത്സയ്ക്ക് ശേഷമോ താൽക്കാലികമായി പല്ലുപുളിപ്പ് അനുഭവപ്പെടാം. ഇത് സാധാരണമാണ്, കുറച്ച് ദിവസത്തിനകം മാറും. പല്ലുപുളിപ്പിനായി പ്രത്യേകമായി തയ്യാറാക്കിയ ടൂത്ത് പേസ്റ്റുകൾ ഗുണം ചെയ്യും. ഇവയിലെ ഘടകങ്ങൾ ഡെന്റിനിലെ ചെറിയ കുഴലുകളെ അടച്ച് വേദന കുറയ്ക്കാൻ സഹായിക്കും. കട്ടിയുള്ള ബ്രഷുകൾ ഒഴിവാക്കി മൃദുലമായ നാരുകളുള്ള ബ്രഷ് ഉപയോഗിക്കുക. പല്ല് ശക്തിയായി തേക്കുന്നതിന് പകരം പതുക്കെ വൃത്താകൃതിയിൽ തേക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇനാമലിന്റെ തേയ്മാനം കുറയ്ക്കും. പുളിയുള്ള പഴങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ഇവ കഴിക്കുകയാണെങ്കിൽ ഒരു സ്ട്രോ ഉപയോഗിക്കുകയോ ശേഷം വെള്ളം ഉപയോഗിച്ച് വായ കഴുകുകയോ ചെയ്യാം. ഫ്ലൂറൈഡ് അടങ്ങിയ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് ഇനാമലിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.